10 മണിക്കാണ് ഔട്ട്ലെറ്റിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. ആ സമയം മുതൽ തന്നെ ആളുകൾ വന്നിട്ടുണ്ട്. വന്ന ആളുകൾ ഇപ്പോൾ ഏതായാലും ഔട്ട്ലെറ്റിനകത്ത് 5-ലധികം ആളുകൾ ഉണ്ടെന്നതാണ്. പക്ഷേ ഇവരാരും വിധത്തിൽ വില വർധനവിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല എന്നതാണ്. നമ്മൾ നേരത്തെ സംസാരിച്ച 2 ചേച്ചിമാരുടെയും പ്രതികരണം കേട്ടതാണല്ലോ. അപ്പോൾ അവരോട് നമ്മൾ പറഞ്ഞ സമയത്താണ് വിധത്തിൽ 2 സാധനങ്ങളുടെ വില വർദ്ധിക്കുകയാണ് എന്നറിഞ്ഞത്. പക്ഷേ ഏതായാലും സപ്ലൈകോ ഔട്ട്ലെറ്റിനകത്തേക്ക് പ്രവേശിക്കുന്നതിന് മാധ്യമങ്ങൾക്ക് നിയന്ത്രണമുണ്ട് എന്നതാണ്. നമ്മൾ നേരത്തെ കയറി അവരുടെ പ്രതികരണങ്ങളൊക്കെ ലഭ്യമാക്കി ഇപ്പോൾ ഉള്ള ജീവനക്കാർ വന്ന് നമ്മളോട് പറഞ്ഞത്, നിങ്ങളകത്ത് ഷൂട്ട് ചെയ്യരുത്, ദയവീത് പുറത്തു പോവുക എന്നതാണ്. അത് മാനിച്ചുകൊണ്ടാണ് നമ്മൾ ഏതായാലും ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. സാധനങ്ങൾ വാങ്ങി ഉള്ള ആളുകൾ പുറത്തേക്ക് വരുമ്പോൾ കൂടുതൽ പ്രതികരണങ്ങൾ ലഭ്യമാക്കാൻ കഴിയുമെന്ന് കൂടി കരുതുകയാണ്. ഇതുതന്നെയായാലും ജനങ്ങളെ സംബന്ധിച്ച് ആശ്വാസമായി നിൽക്കേണ്ട ഔട്ട്ലെറ്റുകൾ പക്ഷേ അങ്ങനെയല്ല എന്നത് തന്നെയാണ്. അത് മാസങ്ങളായി സബ്സിഡി സാധനങ്ങൾ ഒന്നും തന്നെ ബഹുഭൂരിഭാഗവും ഇല്ലാതെ കാലിയായി കിടക്കുന്ന റാക്കുകളാണ് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ. ഇപ്പോൾ ഏതായാലും വിലയും കൂടി വർദ്ധിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക്, വില വർദ്ധിപ്പിച്ച് കൂടി ഇരിക്കുകയാണ്. അതിനൊക്കെയുള്ള ഒരു ആത്മാർത്ഥത, സാധനങ്ങൾ എത്തിച്ച് ആളുകൾക്ക് സഹായകരമാവുന്ന ഒരു സമീപനത്തിലേക്ക് കൂടെ പോകുന്നതിന് സർക്കാർ കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതുണ്ട് എന്ന് തന്നെയാണ്. ഏതായാലും വില വർദ്ധിച്ചിരിക്കുന്നു. ഓണസമ്മാനം എന്ന് തന്നെ വേണം പറയാൻ ജനങ്ങൾക്ക് സർക്കാർ നൽകുന്നത്. അമിത ഭാരമാണ്. ആളുകൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. സബ്സിഡി സാധനങ്ങൾ കുറവാണെന്ന് അറിഞ്ഞ ആളുകൾ തിരിച്ചു പോകുന്നുണ്ട്. വില കൂടിയെന്ന് കേട്ട് കണ്ണു തള്ളി തിരികെ പോകുന്ന ആളുകളൊക്കെ ഉണ്ട്. നമ്മോടൊപ്പം സദാനന്ദേട്ടനുണ്ട്. കോവൂരുകാരൻ തന്നെയാണ്. സാധനങ്ങൾ വാങ്ങി, അത് പഞ്ചസാരയും അരിയും വാങ്ങി അല്ലേ? രണ്ടിനുമാണ് വില കൂടിയത്. അരി 33ആയി, പഞ്ചസാരക്ക് 36.76. മട്ടയരി, മട്ടയല്ല, മഞ്ഞക്കുറുവ. മഞ്ഞക്കുറുവ 30-ന്ന് 33ആയി അല്ലേ? പഞ്ചസാര 36.76 രൂപയായി. ഇന്നലെ വരെ പഞ്ചസാര 33 രൂപയായിരുന്നില്ലേ? 33 പറഞ്ഞത്, ഇപ്പം 36ആണ് ബില്ലിലടിച്ച് അങ്ങനെയാണ് വരുന്നതെന്നാണ് പറഞ്ഞത്. അല്ല, ഇന്നലെ 27 ആയിരുന്നില്ല പഞ്ചസാര? ഇല്ല, ഇന്നലെ ഈ വില തന്നെയാണെന്ന് എനിക്കറിയില്ല. ഇന്നലത്തെ അറിയില്ല, ഇത് ഇന്നത്തെ വില ഇപ്പോൾ എനിക്കറിയുള്ളൂ. ഏതായാലും 1 കിലോ പഞ്ചസാരയും 5 കിലോ അരിയും വാങ്ങിയല്ലേ? അതേ വാങ്ങിയുള്ളൂ. മറ്റേ ഉഴുന്നുപരിപ്പ് വേണ്ട, അതുകൊണ്ട് വാങ്ങിയില്ല. അപ്പോൾ 5 കിലോ അരിയിൽ 15 രൂപ കൂടി, പഞ്ചസാരയിൽ 27 എന്നുള്ള 36 രൂപയായി. അതെ, അങ്ങനെ തന്നെയാണ്. ഈ അമിത വിലയൊക്കെ കൊടുത്ത സാധനങ്ങൾ വാങ്ങേണ്ടി വരികയല്ലേ? വാങ്ങാതിരിക്കാൻ പറ്റുമോ? വാങ്ങണ്ടേ, ചിലവ് ചെയ്യണ്ടേ? ഇങ്ങനെ വില കൂടിക്കഴിഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് പോകേണ്ടി വരും. പ്രത്യേകിച്ച് കുറേ സാധനങ്ങൾ കിട്ടാനില്ല, ഉള്ളതിന് വിലയും കൂട്ടിക്കഴിഞ്ഞാൽ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. അതന്നെ അത്രേ ഉള്ളൂ. ഇപ്പം എന്താ ചെയ്യുക? അപ്പം വാങ്ങാൻ ഓണക്കാലം കൂടിയാണ്. ഓണക്കാലമാണ്, ചിലവുള്ള സമയമാണ്. അതാണ്, വാങ്ങാതിരിക്കാനും പറ്റൂലല്ലോ. വാങ്ങാൻ ഭക്ഷണം കഴിക്കണ്ടേ അല്ലേ? ഭക്ഷണം കഴിക്കണ്ട, എന്തായാലും ഭക്ഷണം കഴിക്കണ്ടേ. ശരി, ശരിക്കും നമുക്ക് ആശ്രയമായിട്ടല്ലേ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വരേണ്ടത്. സർക്കാർ അത് ശ്രദ്ധിക്കേണ്ടതല്ലേ? അതെ, സർക്കാർ ശ്രദ്ധിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇപ്പം എന്താ ചെയ്യുക? ഒരു അതാണ് ഇപ്പം നമ്മളെ സ്ഥിതി. ഇപ്പം എങ്ങനെയാണ്? അത്രയേ ഉള്ളൂ. ശരിയാണ്. ഏതായാലും സാധനങ്ങൾക്ക് 2 സാധനങ്ങൾക്ക് വില വർദ്ധിച്ചിരിക്കുന്നു. നമ്മൾ സംസാരിച്ച സദാനന്ദേട്ടൻ 2ഉം വാങ്ങിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. 5 കിലോ അരിയും 1 കിലോ പഞ്ചസാരയും. അരിക്ക് 5, 1 കിലോയ്ക്ക് 3 രൂപ വെച്ച് 15 രൂപ വർദ്ധിച്ചു. 1 കിലോ പഞ്ചസാരയ്ക്ക് 37 രൂപ. ആ നിരക്കിൽ സാധനം വാങ്ങിയാണ് അദ്ദേഹം പോകുന്നത്. ആളുകളെ സംബന്ധിച്ച് വലിയ എന്നുള്ളതാണ് അവിടെ വാങ്ങി ഇറങ്ങിയിട്ടുള്ള ചേട്ടൻ്റെ, സദാനന്ദൻ ചേട്ടൻ്റെ പ്രതികരണം കൂടിയാണ് നമ്മൾ കേട്ടത്.